ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈവനിങ് ടൈമിലെ വീഡിയോ ആണ്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഈവനിങ് ടൈമിലെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് മേലെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ എടുക്കാട്ടോ. രാവിലെയൊക്കെ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഈ സൈഡിലായിട്ട് ഇടാൻ നല്ല വെയിൽ ഇങ്ങോട്ട് കിട്ടും. മഴ പെയ്യുമ്പോൾ മാത്രമായിട്ട് ഇപ്പോൾ ഷീറ്റിന്റെ ചോട ഇടാറുള്ളൂ. അങ്ങനെ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തതിന് ശേഷം ദേ വൈകിട്ട് കുറച്ചും കൂടി തുണികൾ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ദേ ഈ സൈഡിൽ തന്നെ കൊടുന്ന് തോരടുന്നുണ്ട്. ഞാൻ നമ്മുടെ തേജപ്പനോടാട്ടോ സംസാരിക്കുന്നത്. അവനും അവൻ്റെ ഫ്രണ്ട്സും അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുണികളൊക്കെ തോരട്ടതിന് ശേഷം ഞാൻ വേഗം വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. 6 മണി 6:15 ആയിട്ടുണ്ട്. അപ്പോൾ വിളക്ക് കൊളുത്തി അതുപോലെ തന്നെ നമ്മുടെ ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചു. ഏജും അവൻ്റെ ഫ്രണ്ട്സും ഇതേ കളി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ അന്താരാഷ്ട്ര ചർച്ചയിലാണ് മൂന്നാളൂട്ടാ. പിന്നെ ഞാൻ വേഗം നമ്മുടെ സാമ്പ്രാണി കത്തിച്ച് വെക്കാനായിട്ട് നോക്കണത്. രാവിലെ ഞാൻ നമ്മുടെ ഡൈനിങ്ങിന്റെ അവിടെയായിട്ട് കത്തിച്ച് വെക്കുക. പക്ഷെ വൈകിട്ട് ഞാൻ നമ്മുടെ വിളക്കോളത്തിനെ അവിടെയും കത്തിച്ച് വെക്കൂട്ടാ. ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടാ. ഞാൻ എപ്പോൾ സാമ്പ്രാണി കത്തിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നല്ല സ്മെല്ലാട്ടാ. പിന്നെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. തേജ് പിന്നെ അതേ റസ്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേ അവിടെ പോയിരുന്ന ഒരു 3 ആളും കൂടി കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ ഓർത്തത് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് എടുത്ത് കൊടുക്കുന്നത്. അത് അങ്ങനെ ഇട്ടാൽ അങ്ങനെ ഇടും. ഇടയ്ക്ക് ഒരു ചൂടിന് ഞാൻ കൈയോടെ മടക്കി വെക്കും. ചില ദിവസങ്ങളിൽ പിറ്റേ ദിവസമായിട്ട് മടക്കി വെക്കുക. അപ്പം ഇന്ന് ഞാനിത് കൈയോടെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിൻഷാട്ടിൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പുറത്തെ റൂമിലാട്ടോ. അതൊക്കെ ഇത് ഇവിടെ കൊടുന്ന് വെക്കുന്നുണ്ട്. തേജപ്പൻ്റെ യൂണിഫോമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കൊടുന്ന് വെച്ച് സെറ്റാക്കിയിട്ടാണ്. പിന്നെ നോക്കുമ്പോൾ ഇതേ തേജുവിൻ്റെ ഫ്രണ്ട്സ് ഇതേ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരിതേ പോവുകയാണ് കേട്ടോ അവരുടെ വീട്ടിലേക്ക്. അവരുടെ വീട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവരിത് അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. പിന്നെ തേജു ഇതേ പ്ലേറ്റ് എടുത്തിട്ട് ബാക്കി റസ്ക് എടുത്തിട്ട് ദേവ ഹാളിൽ വന്നിരുന്നിട്ട് കഴിക്കും. ഇനി എൻ്റെ അടുത്ത് മസ്കടലാണ് കേട്ടോ. അമ്മയെ പാട്ട് മാറ്റട്ടെ, കാർട്ടൂൺ വെക്കട്ടെ എന്നൊക്കെയായിട്ടാണ് ചോദിക്കണത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കൊടുത്തുട്ടോ. അപ്പോൾ അവൻ നമ്മുടെ റിയലായിട്ട് ഇരുന്ന് കാണണത് എൻ്റെ മിൻഷാട്ടിൻ്റെ ഇല്ലേ അതൊക്കെ ഇരുന്നിട്ട് കുട്ടി കാണുന്നു. ഇനി ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ തേജപ്പൻ്റെ പഠിക്കേണ്ട സമയമാണ് കേട്ടോ. കണ്ടോ ഞാൻ സാമ്പ്രാണി കത്തിച്ച് വെച്ച് നല്ല രസം. ആ കൂടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ആ പുക പോകണത് കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ നല്ല സ്മെല്ലും ഉണ്ട്. പിന്നെ ഞാൻ ഈ പഠിക്കാൻ വിളിക്കണതാണ് കുട്ടി മിണ്ടാണ്ടിരിക്കുകയും എൻ്റെ അടുത്ത് പറയണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.